DK ശിവകുമാർ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി. പക്ഷേ ഏകദേശം 2.5 വർഷം 3 വർഷത്തിനടുത്ത് അദ്ദേഹം കാത്തിരുന്നു. ഒടുവിലാണിപ്പോൾ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് വഴിയൊരുങ്ങുന്നത്. അപ്പോൾ DK ശിവകുമാർ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നയവും നിലപാടും പ്രധാനമായിരിക്കുമല്ലോ. ഉദാഹരണം, ഇനി സർക്കാരിൽ പുതിയൊരു അധികാര കേന്ദ്രം ഉണ്ടാവരുത്, അതുകൊണ്ടാവുമല്ലോ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നത്. ഇതൊക്കെ എത്ര കണ്ട് അനുനയിപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്? കഴിഞ്ഞ തവണ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? ഇത്തവണ 2-ലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയും വിദൂരമല്ല. കാരണം സാമുദായിക സമവാക്യങ്ങളടക്കം കണക്കിലെടുത്ത് പരിഗണന നൽകണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഫോർമുല ഉരുത്തിരിയാനുള്ള സാധ്യത മാത്രമേ മുന്നിലുള്ളൂ. കാരണം എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങളടക്കം പരിഗണിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനോട് സിദ്ധരാമയ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. എന്നാൽ DK ശിവകുമാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. സിദ്ധരാമയ്യ ക്യാമ്പ് ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആയിരുന്നു. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പദത്തിനൊപ്പം PCC അധ്യക്ഷ പദം കൂടി കൈകാര്യം ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ എത്രത്തോളം DK ശിവകുമാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കപ്പെടും എന്നത് കണ്ടറിയണം. എന്തായാലും ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രം ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം മറ്റൊരു ദിവസം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന നിലയിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാർക്കും പുറമെ മന്ത്രിമാരെ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ ഒരു വിഭാഗത്തിന് അതിർത്തി ഉണ്ടാവും ആ തീരുമാനത്തിൽ. കാരണം പരിഗണിക്കപ്പെടണം എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പേരുകൾ ഇരു വിഭാഗങ്ങളിൽ നിന്നും വെട്ടിപ്പോയാൽ അത് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഒരു പ്രതിസന്ധി കർണാടകയിൽ മുന്നിലുള്ളത് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്കുള്ളിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മറ്റൊരു ദിവസം ഇത്തരത്തിൽ മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന രീതിയിലുള്ള ആലോചനകളും സജീവമാണ്. പക്ഷേ DK ക്യാമ്പ് ഇപ്പോഴും സജീവമായി ശ്രമിക്കുന്നതും കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യവും, പ്രത്യേകിച്ച് 2 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു മന്ത്രിസഭാ രൂപീകരണം വലിയൊരു കാലയളവിലേക്ക് നീട്ടിക്കൊണ്ടു പോവുക, അത്തരത്തിൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുക ഗുണകരമാകില്ലെന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ക്യാബിനറ്റ് അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുക, ആ നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾക്കാണ് മേൽക്കൈ പാർട്ടിക്കുള്ളിൽ ഉള്ളത്. എന്തായാലും ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗമാവും ഇതിനെല്ലാം ഉത്തരം നൽകുക. സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും കർണാടക രാഷ്ട്രീയം സുപ്രധാനമാണ്. നിർണായക നീക്കങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കർണാടകയിൽ ഭരണം നിലനിർത്തണം. 2 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, അതിനുള്ളിൽ നിൽക്കണം. അതിൻ്റെ ഒരു മുഖമൊരുക്കലാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ മുൻധാരണകൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. DK ശിവകുമാർ സർക്കാർ കർണാടകയിൽ ചുമതലയേൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റം, എന്തൊക്കെ നീക്കങ്ങൾ? വൈകിട്ടോടെ കൂടുതൽ കൃത്യതയുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.